ഞാൻ 99 ജോലിക്ക് വന്ന് 2000-ലാണ് നമ്മുടെ കൊമേഴ്സ് കമ്പ്യൂട്ടർ വന്നത്. അപ്പൊ ആദ്യത്തെ ബാച്ചാണ് കൊമേഴ്സ് കമ്പ്യൂട്ടറിൽ. അപ്പൊ ആദ്യം തന്നെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ നല്ല സ്റ്റുഡൻസ് ആണ് ടീച്ചറെ, അവരെല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ചാർജ് ഒക്കെ തന്നു. എൻ്റെ ആദ്യത്തെ ക്ലാസ് ചാർജ് നിങ്ങളായിരുന്നു. അപ്പൊ അത് 2 വർഷമായിട്ട് ഞാൻ ക്ലാസ് ചാർജ് എടുക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പ്രിൻസിപ്പളിനോട് എനിക്ക് സമാധാനമായിട്ട് റിട്ടയർ ചെയ്ത് പോകണം, ഞാൻ ക്ലാസ് ചാർജ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പിള്ളേരാണ് ഇപ്പം. നിങ്ങളെല്ലാം നല്ല കുട്ടികളായിരുന്നു. അന്നും പറഞ്ഞില്ലായിരുന്നോ? നല്ല ഇടയ്ക്ക് ആക്കി എല്ലാവരുടെയും മുഖമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആരെയും കൂടുതൽ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാരും രക്ഷപ്പെട്ടു പറഞ്ഞല്ലേ? രക്ഷപ്പെട്ടവരെ ഇവിടെ വരുള്ളൂ അല്ലേ? എല്ലാവരുടെ മനസ്സിലും സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന് വരുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. ഇനി എല്ലാവർക്കും ഇനിയും ഇങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ കൂടാനും, ഇപ്പൊ പണ്ട് കാലത്ത് നമുക്ക് വാട്സപ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാലം കൂടിയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അതിന് ഗ്രൂപ്പില് നല്ല സംഭാഷണങ്ങളൊക്കെ ചെയ്ത് ഗ്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഫാമിലി ആയിട്ടൊക്കെ സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കുക. ഇനി ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര തിരക്കുള്ളവരാ. ആകെ 2 ദിവസമാണ് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ഇന്ന് തിരക്കിന് വന്നേക്കുന്നവരായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഞാൻ ഓരോരുത്തരും പരിചയപ്പെട്ടോളാം. ഇവിടെ പറഞ്ഞവര് കൂടാതെ ഉള്ളവരൊക്കെ. സന്തോഷം. പഠിപ്പിച്ചവരാണ് ഞങ്ങൾ 3 പേരും. ഇതുവരുമായി ഉപയോഗിച്ചില്ല. ഈ വർഷം റിട്ടയർ ചെയ്യുവാണ് ഞങ്ങൾ 3 പേരും. നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് ഹിന്ദി പഠിപ്പിച്ചെന്ന് എനിക്ക് കുറച്ച് മുഖങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇല്ല, കുറച്ച് അറബി, കുറച്ച് മലയാളം. എന്നാലും ബാക്കിയല്ല എല്ലാ ക്ലാസ്സിലും വന്നൊക്കെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും വന്ന് ഒപ്പിച്ചെടുക്കുന്ന ഒരാളാണ് സംസാരിക്കാനൊക്കെ പറഞ്ഞ് ഡിസിപ്ലിൻ നോക്കുമായിരുന്നു നല്ല ക്ലാസ്സിൽ. അപ്പോൾ എല്ലാ പോകുന്നതിലും ഒരു പരിചയമുണ്ട്. സന്തോഷം. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും സന്തോഷത്തോടെ ചെയ്ത് ആരോഗ്യം മുന്നോട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ആരും ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളതിന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഇനി നിങ്ങൾ അപ്പോൾ എല്ലാ ഭാവവും ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ കൂടി. നിങ്ങളുടെ ഈ വിളിയുടെ ആ മാധുര്യം കൊണ്ട് കോളഞ്ചേരിയിൽ നടന്ന ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ കോളഞ്ചേരിയിൽ ഇങ്ങോട്ട് വന്നതാണ്. ഇത് തിരിച്ച് തന്നെ ഞാൻ കോളഞ്ചേരിക്ക് പോകണം. ഇവർ ഇവിടെ മൂവാറ്റുപുഴയുള്ളൂ. പക്ഷെ അത്ര സ്നേഹമായിട്ടാണ് നിങ്ങൾ വിളിച്ച് ആ വിളി എത്ര സ്നേഹം. നിങ്ങളുടെ പിന്നീട് സന്തോഷം കൊണ്ടാണ് ഞാൻ 3 പേരും സമയത്ത് ഞാൻ അവിടെ നേരത്തെ തോന്നുന്നു. പലരുടെയും മക്കൾ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കാരണം കുറേ പേരുടെ മക്കളെ ഇപ്പം പുതിയ കുറേ 2-3 വർഷമായിട്ട് പലരുടെയും മക്കളെ പഠിപ്പിച്ചു തുടങ്ങി. സന്തോഷമായിട്ട് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. കാണുമ്പോൾ മുഖങ്ങളൊക്കെ ചില മുഖങ്ങളൊക്കെ അടിക്കും. അതുകൊണ്ട് അത് നന്നായി ഓർക്കും. പിന്നെ എൻ്റെ വീട്ടിൽ അതൊന്നും എനിക്കറിയില്ല. ആരാ പറഞ്ഞേ? അപ്പോൾ വീട്ടിലെപ്പോഴും ഉണ്ടാവും. ഐ ആം സോറി. ഏതായാലും വന്ന് കണ്ടാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ആഹാരം നമുക്ക് സംസാരിക്കാം. താങ്ക് യു.
പായും ലോകം മുന്നോട്ടു വേഗം പോകാം ദൂരെയോ എങ്ങോ നടക്കുമിരുൾ തടങ്ങളിൽ കരങ്ങൾ കോർത്ത കൂട്ടുകാരിതായി പല മോഹങ്ങളെങ്കിലും പല സ്വപ്നങ്ങളെങ്കിലും അതു പിന്നേക്കു മാറ്റിടാം കൂട്ടായി വേഗം പോകാം വളരെയധികം സന്തോഷം. എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ടീച്ചേഴ്സിന്റെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെയും എല്ലാ അസൗകര്യങ്ങളും മാറ്റി വെച്ച് എത്തിച്ചേർന്ന എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഫ്രണ്ട്സിനും കമ്മിറ്റിയിലുള്ള ഓരോ മെമ്പേഴ്സിനും അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും നമുക്കിവിടെ ഒത്തുചേരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാലരാവിതിൽ പ്രകാശം